ശബരിമലയിൽ നിന്ന് എത്ര സ്വർണമാണ് മോഷണം പോയത്? ആ മോഷണം പോയ സ്വർണം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിവാദ വ്യവസായിയുടെ മൊഴിയെടുക്കുകയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപവൽക്കരിക്കപ്പെട്ടത്. അതുകൊണ്ട് മാത്രമാണ് ആ കേസുമായി ബന്ധപ്പെട്ട് 2 മാസക്കാലത്തിനിടയിലെങ്കിലും എന്തെങ്കിലും ഒരു പുരോഗതി ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതല്ലാത്തൊരു ഘട്ടത്തിലായിരുന്നെങ്കിൽ ഈ അന്വേഷണവും അട്ടിമറിക്കപ്പെടുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മളൊക്കെ തന്നെ പോറ്റിയുടെ ആദ്യഘട്ടത്തിൽ പോറ്റി കടന്നു വരുന്നത് അന്നത്തെ ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് പത്മകുമാർ അതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുത്തതെന്ന് അദ്ദേഹം തന്നെ ഒരു ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ആ കടകംപള്ളിയെ ഇതുവരെ ചോദ്യം ചെയ്യാൻ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിച്ചിട്ടില്ല. ശബരിമലയിൽ നിന്ന് എത്ര സ്വർണമാണ് മോഷണം പോയത്? ആ മോഷണം പോയ സ്വർണം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല. ആ മോഷണം പോയ സ്വർണം അത് എവിടെയാണ് എന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം അന്വേഷണ സംഘത്തിനുണ്ട്. യഥാർത്ഥ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ഹൈക്കോടതി പോലും സംശയം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 2019 നടന്ന ശബരിമലയിലെ സ്വർണ്ണ മോഷണം അത് മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2024 വീണ്ടും പോറ്റിയുടെ കൈവശം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തയക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഇടപെട്ടത് എന്നുള്ളതാണ് ഹൈക്കോടതി തന്നെ നേരിട്ട് വിമർശിച്ചത്. ആ വിമർശനം നേരിട്ട് വന്ന് പതിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റായിട്ടുള്ള ആ ഘട്ടത്തിൽ പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിന് മേലെയാണ്. എന്നാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുവരെ PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അപ്പൊ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യേണ്ടുന്ന പല ആളുകളിലേക്കും അന്വേഷണം എത്തിയോ എന്നുള്ള ചോദ്യം നമുക്ക് മുമ്പിൽ അവശേഷിക്കുകയാണ്. പത്മകുമാർ തന്നെ പറഞ്ഞത് ദൈവതുല്യരായ ചില ആളുകളുടെ ഇടപെടലുകൾ കാരണമാണ് എനിക്ക് അത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്നാണ്. അപ്പൊ ആരാണ് ഈ ദൈവതുല്യരായ ആളുകൾ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ? അതല്ല ഇനി ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും ഉന്നതമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാണോ? അതല്ലെങ്കിൽ CPM-ന്റെ ഏതെങ്കിലും ഉന്നതമായ നേതാക്കന്മാരാണോ? ആരാണ് ഈ ദൈവതുല്യർ എന്നറിയാനുള്ള അവകാശം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്, പൊതുസമൂഹത്തിനുണ്ട്. അത് അന്വേഷിക്കാൻ കൂടി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായി അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളോ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കോ കാര്യങ്ങൾ കടന്നു ചെന്ന് എത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ആരെ രക്ഷിക്കാനാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഈ അന്വേഷണത്തിലെ പോരായ്മകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഹൈക്കോടതി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കൃത്യമായ വിമർശനം പറഞ്ഞു. യഥാർത്ഥ അന്വേഷണത്തിലേക്ക് കടക്കുന്നില്ല, യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്ന് ഹൈക്കോടതി തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പത്മകുമാർ എന്ന് പറയുന്ന മുൻ MLA, വാസു മുൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, പത്മകുമാർ മുൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, മുൻ MLA, ഈ നേതാക്കന്മാർക്കെതിരെ അറസ്റ്റ് ചെയ്ത് ഇത്രയും നാൾ ജയിലിലാക്കപ്പെട്ടിട്ടും ഇതുവരെ ഒരു നടപടി എടുക്കാൻ പോലും സംസ്ഥാനത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് ദൈവതുല്യരായ ചിലരുടെ പ്രഖ്യാപനങ്ങളോ തീരുമാനങ്ങളോ നടപ്പാക്കിയത് കൊണ്ടാണോ? അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പോറ്റിയെ പോലെയുള്ള ആളുകൾക്ക് അവിടെ പ്രവേശിക്കാനും അതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ നടത്താനുമുള്ള അവസരങ്ങൾ എങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡിന്റെ സംവിധാനത്തിനകത്ത് ഉണ്ടായത്? ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ദേവന്റെ സ്വത്ത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിന് അതിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, വിശ്വാസികളുടെ വികാരം പോലും വ്രണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പൊ അതിൽ നിന്ന് ഈ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോഴും പലതും ഒളിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നു. അന്വേഷണ സംഘത്തെ നിരന്തരമായി സമ്മർദ്ദപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടങ്ങൾ ഉണ്ടാകുന്നു. ഹൈക്കോടതി പോലും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വിമർശിക്കുന്ന ഘട്ടമുണ്ടാകുന്നു. ചില IPS ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണ സംഘത്തെ നിരന്തരമായി സർക്കാരിന് വേണ്ടി CPM-ന് വേണ്ടി സമ്മർദ്ദപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഈ ഘട്ടത്തിൽ യുത്ത് കോൺഗ്രസിന് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഇത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിനായാലും ഈ അന്വേഷണ സംഘത്തെ നിരന്തരമായി സമ്മർദ്ദപ്പെടുത്താൻ ശ്രമിക്കുന്ന IPS ലോബിയിൽപ്പെടുന്ന ആളുകൾക്കായാലും ഒരു കൃത്യമായ സന്ദേശം കൊടുക്കുന്നുണ്ട്. വരും മാസങ്ങൾക്കപ്പുറം തന്നെ സംസ്ഥാനത്തിനകത്തൊരു ഭരണമാറ്റം ഉണ്ടാകും.